നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് തന്നെ ഒരു കളർ മാറ്റം വരുത്തി ഒരു 3-4 തവണത്തെ ഉപയോഗം കൊണ്ട് മുടിയൊക്കെ കറുപ്പാക്കി എടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡേ ആണ്. ഈ ഒരു ഹെയർ ഡേ ഉപയോഗിച്ചിട്ട് നമ്മൾ മുടി കറുപ്പിച്ചാൽ ആ കറുപ്പ് നിറം 1 മാസം വരെ നിലനിൽക്കുകയും ചെയ്യും. നമ്മൾ ഇൻഡിഗോ ഒക്കെ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ഹെയർ ഡേയുടെ കളറും മുടിയിൽ നിലനിൽക്കുന്നത്. ഇന്ന് കൊച്ചു കുട്ടികളിൽ പോലും അകാലനരയൊക്കെ കണ്ടുവരുന്ന കാലമാണ്. അപ്പോൾ ഈ അകാലനര വരാതിരിക്കാനും അതുപോലെ താരൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ടും കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാതെ തന്നെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഡേ ആണിത്. ഈ ഹെയർ ഡേ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആദ്യം ഗ്രേ കളറിലായിരുന്നു നമ്മുടെ ഹെയർ ബ്രൗൺ കളറിലേക്ക് മാറുകയും പിന്നീട് അത് ബ്ലാക്ക് കളറിലേക്ക് മാറുകയും ചെയ്യും. തുടർച്ചയായിട്ട് ഒരു 3-4 പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ടാണ് ഈ ഒരു കാര്യം ഉണ്ടാവുക. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉണക്ക നെല്ലിക്കയാണ്. ഉണക്ക നെല്ലിക്ക എടുക്കുമ്പോൾ നല്ല നെല്ലിക്ക വാങ്ങി നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. ഇത് ഞാൻ അങ്ങനെ ഉണക്കിയെടുത്ത നെല്ലിക്കയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ഇരുമ്പ് പാത്രമാണ്. ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കണം ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട്. നമ്മൾ ഈ ഉണക്ക നെല്ലിക്ക ഈ പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുടി വളർച്ചയ്ക്കും മുടി നന്നായി കറുത്ത് വരാനും അകാലനരയെ തടയാനും ഒക്കെ സഹായിക്കുന്നതാണ് നെല്ലിക്ക. ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും ഒക്കെയാണ് ഇതിനുള്ള കാരണം. ഇനി നമുക്ക് ഈ നെല്ലിക്കായ ഇട്ട വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട. ഒന്ന് തിള വരുമ്പോൾ തന്നെ നമുക്കൊരു 2 മിനിറ്റ് നേരം തിളപ്പിച്ചാൽ മതിയാവും. ഈ വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തിളപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് സമയമാകുമ്പോഴേക്കും നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടാവും. ഇനി ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചാൽ മതി. വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് കാണാൻ സാധിക്കും. ഒരു ചെറിയ കറുപ്പ് കളറിലാണ് ഇപ്പോൾ വെള്ളം നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഏതൊരു ഹെയർ ഡേ തയ്യാറാക്കുന്ന സമയത്തും ഇതുപോലെ ഇരുമ്പിൻ്റെ പാത്രം എടുക്കുകയാണെങ്കിൽ ഹെയർ ഡേ നല്ല കറുത്ത കളറിൽ കിട്ടാനായിട്ട് അത് വളരെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാൻ ഏകദേശം 8 മണിക്കൂർ നേരമാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത്രയും സമയം വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം. ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് രാവിലെയാണ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. 8 മണിക്കൂറിന് ശേഷം നമ്മൾ രാത്രിയിൽ തിളപ്പിച്ച് വെച്ച നെല്ലിക്കയുടെ വെള്ളം നല്ല കറുപ്പ് കളറിലായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ഹെയർ ഡൈ ഒന്നും എപ്പോഴും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് അത് കുറച്ച് നേരം ഇരുന്ന് അതിനുശേഷം വാഷ് ചെയ്ത് അങ്ങനെയൊന്നും സമയമില്ലാത്തവർക്ക് ഈ ഒരു വെള്ളം മാത്രം ഉപയോഗിച്ച് മുടി കറുപ്പിക്കാവുന്നതാണ്. അകാലനര തടയാവുന്നതാണ്. താരനും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി മുടി നന്നായി വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം. അരിപ്പയോ നല്ല വൃത്തിയുള്ള തുണിയോ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. അരിപ്പ ഉപയോഗിക്കുന്നതിൽ നല്ലതൊരു തുണി ഉപയോഗിച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും. ഇതിലുള്ള നെല്ലിക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള എസൻസ് ഒക്കെ കിട്ടാനായിട്ട് ഒരു തുണി ഉപയോഗിച്ച് നന്നായി പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഈ വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി മുടിയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്കൊരു കോട്ടൺ എടുത്തിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരു കോട്ടൺ ഉപയോഗിച്ച് ഇതുപോലെ മുക്കി നമ്മുടെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒന്ന് മസാജ് ചെയ്യാം. ഇത് ഡെയിലി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ അകാലനരയൊക്കെ കുറയ്ക്കാനും അകാലനര വരാതിരിക്കാനും ഒക്കെ സഹായിക്കും. ഇതുപോലെ വെള്ളം മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ രാത്രിയിൽ മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നമ്മൾക്ക് ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് ഹെന്ന പൗഡറാണ്. ഒരു പാക്ക് പോലെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഹെന്ന പൗഡർ എടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല മുടിക്ക് നല്ലൊരു ബ്രൗൺ കളർ കൊടുക്കാനായിട്ട് ഹെന്ന പൗഡർ സഹായിക്കും. ഇനി നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താലേ നമുക്ക് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ മുടിയിലൊന്നും പിടിച്ചിരിക്കാതെ ഒഴുകിപ്പോവും. അതുകൊണ്ട് കറക്റ്റായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് രാജസ്ഥാനി ഹെന്ന പൗഡറാണ്. രാജസ്ഥാനി ഹെന്ന പൗഡർ ഓൺലൈനായിട്ടും അല്ലാതെ വിപണികളിലൊക്കെ അവൈലബിൾ ആണ്. ഇനി ഓൺലൈനായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ സ്റ്റോറുകളിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. രാജസ്ഥാനി ഹെന്ന പൗഡർ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും തന്നെ പറയുന്നതാണ്. അത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ, അത് കുറച്ച് ഡാർക്ക് ബ്രൗൺ കളറും ആയിരിക്കും. മാത്രമല്ല കുറച്ചധിക കാലം മുടിയിൽ അത് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മുടിയിൽ ഈ ബ്രൗൺ കളർ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻഡിഗോ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ മുടി കറുപ്പിക്കാനും സാധിക്കും. ആദ്യം ഹെന്ന പൗഡർ ഇട്ടിട്ട് പിന്നെ ഇൻഡിഗോ ഇടേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് രാജസ്ഥാനി ഹെന്ന ഉപയോഗിക്കണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള ഹെന്ന പൗഡർ തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെന്ന പൗഡറുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
മാത്രമല്ല കുറേ അധികം കാലം ഉപയോഗിച്ചിട്ട് ബാലൻസ് ഇരുന്നതോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നതോ എക്സ്പയറി കഴിഞ്ഞതോ ആയതൊന്നും ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുടിക്ക് കളർ കിട്ടുകയില്ല. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ കാണാൻ ചെറുതായിട്ട് കറുപ്പ് കളറായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തേക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. അതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മൂടി വെക്കുന്ന സമയം നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഹെന്നയും നെല്ലിക്കയും ഈ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയൊക്കെ അതിൻ്റെ കളർ റിലീസ് ചെയ്ത് നമ്മുടെ ഹെയർ ഡേ നല്ല കറുപ്പ് കളറാക്കി തീർക്കും. ഇപ്പോൾ അതാ നോക്കൂ, നമ്മുടെ ഹെയർ ഡേ നല്ലപോലെ കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുടിക്ക് നല്ലപോലെ നിറവ്യത്യാസം ഉണ്ടാവും. വെള്ളം മുടി നല്ല രീതിയിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്കാണ് മാറുന്നത്. അതിനുശേഷം നമ്മളിതൊരു തുടർച്ചയായി ഒരു 3-4 പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോഴേക്കും മുടിയൊക്കെ നല്ലപോലെ തന്നെ കറുത്ത് വരികയും മാത്രമല്ല ആ കറുപ്പ് കളർ 1 മാസം വരെയൊക്കെ നിലനിൽക്കുകയും ചെയ്യും. നമ്മളിതുപോലെ നാച്ചുറലായിട്ട് തയ്യാറാക്കുന്ന ഹെയർ ഡേ ഒക്കെ നമ്മുടെ മുടിയിലേക്ക് പിടിക്കാനോ അല്ലെങ്കിൽ കളർ കിട്ടാനോ ഒക്കെ കുറച്ച് താമസം വരുമെങ്കിലും നമ്മുടെ മുടിക്കോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോ ഒന്നും യാതൊരുവിധ ദോഷഫലങ്ങളും ഉണ്ടാക്കുന്നില്ല. ചില ആളുകൾക്ക് ഇൻഡിഗോ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ഒരു ഹെയർ ഡൈ ഒട്ടും തന്നെ അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് നീരിറക്കം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് പനിക്കൂർക്കയുടെ നീരോ തുളസിയുടെ നീരോ ഇതിൽ ചേർത്താൽ മതിയാവും. ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാത്ത മുടിയിലായിരിക്കണം ഹെയർ ഡൈ അപ്ലൈ ചെയ്യേണ്ടത്. എണ്ണമയം ഉണ്ടെങ്കിൽ മുടിയിലേക്ക് ഈ ഹെയർ ഡേയുടെ കളറ് ഒട്ടും തന്നെ പിടിക്കുകയില്ല. ഹെയർ ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം ഷവർ ക്യാപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഈ മുടി കവർ ചെയ്ത് വെക്കണം. ഹെന്ന ഉള്ളതുകൊണ്ട് തന്നെ മുടി പെട്ടെന്ന് ഡ്രൈ ആവുകയും വാഷ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നമ്മളിങ്ങനെ കവർ ചെയ്ത് വെക്കുന്ന സമയത്ത് മുടി ഡ്രൈ ആവാതെ നല്ല ഈർപ്പമായിട്ടിരിക്കുകയും ഈ കളറൊക്കെ പെട്ടെന്ന് മുടിയിലേക്ക് കിട്ടാനും സഹായിക്കും. ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ മുടിയിൽ ഹെയർ ഡൈ വെച്ചിരിക്കാവുന്നതാണ്. അതിനുശേഷം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യാം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുടിയിലേക്ക് ഏതൊരു ഹെയർ ഡൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പാച്ച് ടെസ്റ്റ് നിർബന്ധമായും ചെയ്യുക. പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം യാതൊരുവിധ പ്രശ്നങ്ങളും അലർജിയും ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.